ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്നൊരു 6 പാനൽ കട്ട് ചുരിദാർ ടോപ്പ് തയ്ക്കാനായിട്ട് ഡാർക്ക് പിങ്ക് കളറിൽ ഗോൾഡൻ കളർ സീക്വൻസ് വർക്ക് വരുന്ന 3 മീറ്റർ ജോർജറ്റ് മെറ്റീരിയലും ഷോളായിട്ട് ഉപയോഗിക്കാനായിട്ട് സെയിം കളറിൽ സ്കാലപ്പ് വർക്ക് വരുന്ന 300 രൂപയുടെ ഷോളും എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിനായിട്ട് 2.5 മീറ്റർ ക്രൈപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്യാനായിട്ട് 4ആയിട്ട് മടക്കിയെടുത്ത തുണിയുടെ മടക്ക് വശത്ത് നിന്ന് നമുക്ക് അളവുകൾ അടയാളപ്പെടുത്തി തുടങ്ങാം. ആദ്യമേ തന്നെ 5 ഇഞ്ച് വീതിയിലും 17 ഇഞ്ച് നീളത്തിലുമായിട്ട് തുണിയിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തുണിയുടെ താഴ്ഭാഗത്ത് വീതി ഒന്ന് നോക്കാം കേട്ടോ. 22 ഇഞ്ചിലാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം മുകളിൽ 17 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്ത് നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. 3 ഇഞ്ച് വിടത്തിലാണ് ഞാൻ ഇതിൻ്റെ നെക്ക് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചിലും ബാക്ക് നെക്ക് 6.5 ഇഞ്ചിലുമാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. മുകൾ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഈ ഒരു പീസാണ് കേട്ടോ സ്ലീവിനായിട്ട് എടുക്കുന്നത്. ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ചാണ്. അതിലൂടെ 3 ഇഞ്ചാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ടുള്ളത്. 6 പാനൽ ആയതുകൊണ്ട് നമ്മളിത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ലെങ്ത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ലാസ്റ്റ് നമുക്കിതിൻ്റെ ലെങ്ത്ത് ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്താൽ മതിയാവും. നമുക്ക് ഈ തുണിയുടെ കരഭാഗം ഒന്ന് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. ഇത് ഒഴിവാക്കാതെ സ്റ്റിച്ച് ചെയ്താൽ ജോയിൻ ചെയ്യുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന മാത്രമല്ല സ്റ്റിച്ച് ഒരു വൃത്തിയെ കിട്ടൂല കേട്ടോ. ഇനി നമുക്ക് വീതി കൂടുതലുള്ള മുകൾ ഭാഗത്തെ പീസുകൾ താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ തുണിയെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിന് 1/2 ഇഞ്ച് മുകളിലേക്കൊന്ന് കയറ്റി വെച്ചിട്ട് വിരിച്ചെടുക്കാം. 6.5 ഇഞ്ചിൽ ഷോൾഡർ അടയാളപ്പെടുത്തിയതിന് ശേഷം 7 ഇഞ്ചിലാണ് കൈക്കുഴി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ചെസ്റ്റ് അളവ് വരുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗത്തിലൂടെ തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 12.5 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഈ ഒരു കോർണറിൽ നിന്നും 1.5 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അരവണ്ണം വരുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെയും 4 ഭാഗത്തിലൂടെ 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അളവുകൾ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് 4 ഇഞ്ചോളം കയറ്റി മാർക്ക് ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്ന വീതി മുഴുവനും കിട്ടുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. 13 ഇഞ്ച് ലെങ്ത്തിൽ വേണ്ട സ്ലീവിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പിനായി കൂട്ടിയെടുത്തിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം മടക്ക് വശത്ത് നിന്നും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വെച്ചെടുക്കാം. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വീതി 7 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ പീസുകളൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാം. ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അടിഭാഗത്തെ തയ്യൽ തുമ്പിനെ നടുവിലെ പീസിലേക്കാക്കി പിടിച്ചിട്ട് നല്ല വശത്തൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ജോയിൻ ചെയ്തെടുക്കുന്നത് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ താഴ്ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് വേണ്ട ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നെക്ക് തയ്ച്ചെടുക്കാം. ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം 1/2 ഇഞ്ച് വീതിയിലൊന്ന് 2ആയി മടക്കി തയ്ക്കാം. ഇനി നമുക്ക് നെയിലിങ്ങിന് മുകളിലായിട്ട് ഇതിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് നെക്ക് തയ്ച്ചെടുക്കാം. ഈ ഒരു ടോപ്പിൻ്റെ നെക്കിലും സ്ലീവിലുമായിട്ടൊരു ഗോൾഡൻ കളർ ബീഡ്സ് വർക്ക് കൂടി ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ആദ്യം ചോക്ക് ഉപയോഗിച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളർ ബീഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. സെൻട്രലായിട്ട് കുറച്ച് വലിയ ബീഡ്സ് തുന്നി കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റിലുമായിട്ട് 9 ബീഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ റൗണ്ട് ചെയ്തെടുക്കുന്നത്. ചെരിച്ച് തുന്നിയെടുത്ത 3 ഫ്ലവറുകൾക്ക് നടുവിലായിട്ട് കുറച്ച് വലിയ ബീഡ്സുകൾ അപ്പുറത്തും ഇപ്പുറത്തും തുന്നി കൊടുത്തിട്ട് നടുവിലായിട്ട് ഒരു ബീഡ്സും ചുറ്റിലും 5 ബീഡ്സും ഉപയോഗിച്ചിട്ടൊരു ഫ്ലവറാണ് ചെയ്തിട്ടുള്ളത്. സെയിം വർക്ക് തന്നെയാണ് സ്ലീവിലും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ലൈനിങ്ങുമായിട്ട് ചേർത്തടിച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം.
നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത് ഇതുപോലെ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ അളവുകൾ മാർക്ക് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ആൾക്ക് വേണ്ടിയിട്ട് തന്നെ വർക്കിൽ വ്യത്യാസം വരുത്തിയിട്ട് സെയിം മോഡലിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു ബ്ലാക്ക് ടോപ്പാണ് കേട്ടോ ഇത്.